ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരന്റെ നിർണായകമായ നീക്കങ്ങൾക്ക് മുന്നിൽ തകർന്നടിഞ്ഞു പോവുകയാണ് പാലക്കാട്ടെ ബി.ജെ.പി. നേതൃത്വം, സംഘടനാ സംവിധാനം, ഒപ്പം രാഹുലിനെ ഇപ്പം തീർത്ത് കളയുമെന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയ CPM. ഡിവൈഎഫ്ഐ നേതാവ് ആർഷോയെ ചാനൽ ചർച്ചയ്ക്കിടെ ജനാധിപത്യ വിരുദ്ധമായി തല്ലിക്കൂട്ടി എന്ന് പറഞ്ഞ് പാലക്കാട് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ബി.ജെ.പിക്കാർ ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പവർ എന്താണെന്ന്. രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ മസിലുണ്ടെന്ന നിലയിൽ പെരുപ്പിച്ച് കാണിച്ച് നടക്കുകയല്ല എന്നും ട്രാൻസ്ജെൻഡർമാരെ കൊണ്ട് നുണയാരോപണം ഉന്നയിക്കലല്ല എന്നുമൊക്കെ പ്രശാന്ത് ശിവനും ഇപ്പോൾ കാര്യമായി മനസ്സിലായിട്ടുണ്ടാകും. കാരണം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ കളമറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. താരസുന്ദരിമാരെ പാലക്കാട് കൊണ്ടുവന്ന് നിരന്തരമായി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു. മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം എല്ലാ വിഷയങ്ങൾക്കും ഒപ്പം നിൽക്കുന്നു. അതോടൊപ്പം പുതിയ പുതിയ വികസന പദ്ധതികൾ ഓരോന്നായി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തീവ്രമായി ശ്രമിക്കുന്നു. പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് വലിയ വിശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. ദുരാരോപണങ്ങൾ ഉന്നയിച്ച് വ്യാജ വാർത്തകൾ ചമച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്നേക്കുമായി അടൂരിലെ വീട്ടിൽ തളച്ചിടാമെന്ന് കരുതിയവരൊക്കെ ഇപ്പോൾ അന്തം വിട്ട് ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ കൊണ്ടുവരുന്ന ഓരോ പരിപാടികളും ഓരോ ആഘോഷങ്ങളായി മാറുന്നു. തൻവീർ റാമിനെ കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ അനുശ്രീയെ കൊണ്ടുവരുന്നു. അനുശ്രീ എന്ന സിനിമാ നടി സത്യം പറഞ്ഞാൽ സംഘപരിവാറുകാർ ഏറ്റവും അധികം വാഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ഒരു നടിയാണ്. കാരണം അവർ സംഘപരിവാറിൻ്റെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ ശ്രീകൃഷ്ണ ജയന്തി അടക്കമുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ സംഘപരിവാറുകാരുടെ മനസ്സിൽ ഇടം നേടിയ അവരുടെ ഒരു റാണി എന്ന നിലയിൽ അവർ ആഘോഷിക്കുന്ന ഒരു താരമാണ് അനുശ്രീ. അതേ അനുശ്രീ പ്രശാന്ത് ശിവൻ എന്ന സംഘപരിവാർ വാഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ബി.ജെ.പിയുടെ വെറുമൊരു ജില്ലാ അധ്യക്ഷൻ്റെ കളത്തിൽ വന്ന് അവരെ ഏറ്റവും അധികം എതിർക്കുകയും വെറുക്കുകയും വെറുപ്പ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നൊരു നേതാവിനൊപ്പം ഒരു ഉദ്ഘാടന പരിപാടി ആഘോഷമാക്കി കളറാക്കി പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ബി.ജെ.പിക്ക് ഇതിലും വലിയ തിരിച്ചടി കിട്ടാൻ എന്താണുള്ളത്? ബി.ജെ.പിക്കാർ ഒരു വശത്ത് പറയുന്നു, അമ്മമാരെ പെങ്ങന്മാരെ നിങ്ങൾ സൂക്ഷിച്ചോ, രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടുണ്ട്, ഓടി വീട്ടിൽ കയറിക്കോ എന്ന്. അതേ ബി.ജെ.പിക്കാർ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന അനുശ്രീ എന്ന നടി ഈ ബി.ജെ.പിയുടെ വാക്കുകളൊന്നും കേൾക്കാതെ അതൊക്കെ പോയടാ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ആഘോഷത്തോടെ പരിപാടികളിൽ പങ്കെടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ആനന്ദിക്കുന്നു. നല്ല രസമുള്ള കാഴ്ച. അവർ സൗഹൃദത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അത് പാലക്കാട്ടെ വോട്ടർമാർക്ക് വലിയ ആവേശമായിട്ടുണ്ട്. തങ്ങളുടെ നാട്ടിലെ പരിപാടി MLAയുടെ ഉദ്ഘാടന പരിപാടിയൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അതിൽ വിശിഷ്ടാതിഥികളായിട്ട് വരുന്നത് എണ്ണം പറഞ്ഞ സെലിബ്രിറ്റികളാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പിന്തുണയുള്ള ആളുകളാണ്, വലിയ ഫോളോവേഴ്സുള്ള നടിമാരാണ് തൻവീർ റാമായാലും അനുശ്രീ ആയാലും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾ കൂടും, ആളുകളതൊരു ആഘോഷമാക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ഗ്ലാമർ ഉണ്ടാകും. ഒരു വശത്ത് സ്ത്രീകൾ രാഹുലിൻ്റെ ഒപ്പം പോകരുത്, രാഹുലിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് പറയുന്ന ബി.ജെ.പി. CPM ഒക്കെ ഇത് കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ്. അതുകൂടി ഇതോടൊപ്പം എടുത്ത് പറയേണ്ടതുണ്ട്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ എന്നേക്കുമായി വീട്ടിൽ അടച്ചിടാൻ വേണ്ടി രാഷ്ട്രീയ തന്ത്രം മെനഞ്ഞവരെക്കാൾ മികച്ച തന്ത്രം ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കളം തിരിച്ചു പിടിക്കുകയാണ്. ആദ്യം അദ്ദേഹം എന്താ ചെയ്തത്? നിയമസഭയിലേക്ക് പോയി. അവിടെ CPM MLAമാരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ രാഹുലിനെ തടയാൻ മെനക്കെട്ടില്ല. സ്പീക്കർ രാഹുലിനെ സംസാരിക്കാനുള്ള അവസരമൊരുക്കി, രാഹുലിനെ തടയാൻ നിന്നില്ല, രാഹുലിനെ അയോഗ്യനാക്കിയില്ല. അതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യത്തെ രാഷ്ട്രീയ നീക്കം. അതിനുശേഷം രാഹുൽ എന്താണ് ചെയ്തത്? നേരെ പാലക്കാട് മണ്ഡലത്തിലേക്ക് പോയി. അവിടെ മരണവീടുകളിൽ പോയി. അവിടെ ഒരിക്കലും ഒരു സംഘർഷം ഉണ്ടാക്കാനോ രാഹുലിനെ പിടിച്ചു തള്ളാനോ പറ്റില്ല. അവിടെ സംഘർഷം ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പിന്നെ പതിയെ പതിയെ സമീപത്തെ വീടുകളിലേക്ക് പോയി, കുടുംബങ്ങളിലേക്ക് പോയി. അമ്മമാരും സാധാരണക്കാരായ സ്ത്രീകളുമൊക്കെ രാഹുലിനെ ചേർത്ത് നിർത്തി അഭിവാദ്യം അർപ്പിച്ചു. ഇതോടുകൂടി കളം പതുക്കെ പതുക്കെ രാഹുലിന് അനുകൂലമായി വരികയായിരുന്നു. അതോടൊപ്പം ബസ്സിൻ്റെ ഫ്ലാഗ് ഓഫ് നടത്തി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു. അങ്ങനെ രാഹുൽ പതുക്കെ പതുക്കെ മണ്ഡലങ്ങളിലെ പരിപാടികളിൽ സജീവമായപ്പോൾ ബി.ജെ.പിക്കും CPMനും അപകടം മനസ്സിലായി. അവരെന്ത് ചെയ്തു? ശക്തമായി രാഹുലിനെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു, രാഹുലിനെ തടയാൻ തീരുമാനിച്ചു. പിരായിരിയിലെ ഉദ്ഘാടനത്തിന് വന്ന രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനോ തടയാനോ ലക്ഷ്യമിട്ട് ഒരു വശത്ത് ഡിവൈഎഫ്ഐക്കാരും ഒരു വശത്ത് ബി.ജെ.പിക്കാരും നിലയുറപ്പിച്ചു. പക്ഷെ ജനങ്ങൾ രാഹുലിനെ കോട്ട പോലെ
കവചം തീർത്തു. അവിടെ മുതലാണ് രാഹുലിൻ്റെ വലിയ ഹൈപ്പ് തുടങ്ങുന്നത്. രാഹുലിനൊപ്പം ജനങ്ങളുണ്ട്, മണ്ഡലത്തിലെ വോട്ടർമാരുണ്ട്, ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട് എന്ന് കേരളം മുഴുവൻ മനസ്സിലാക്കിയ നിമിഷമായിരുന്നു അത്. ഒരുപക്ഷെ രാഹുലിനെ തള്ളിപ്പറയാൻ പിന്നിൽ നിന്ന് കുത്താൻ തയ്യാറായ കോൺഗ്രസ് നേതാക്കളോടുള്ള ഒരു മധുര പ്രതികാരം കൂടിയായിരുന്നു അതിലൂടെ ജനങ്ങൾ നൽകിയത്, കോൺഗ്രസ്സുകാർ നൽകിയത് എന്നുകൂടി വേണമെങ്കിൽ പറയാം. അതായത് എന്തിനു വേണ്ടിയാണ് രാഹുലിന് ഇപ്പോഴും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നു. സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് അനുഭാവികൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് രാഹുലിന് ഇപ്പോഴും പുറത്തു നിർത്തിയിരിക്കുന്നത്, എന്തിൻ്റെ ആവശ്യമാണ്, അതുകൊണ്ട് എന്താണ് നേട്ടം? ഇവിടെ BJPയുടെ പാലക്കാട് നഗരസഭാ അധ്യക്ഷ പോലും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടു. മന്ത്രി V ശിവൻകുട്ടി വേദി പങ്കിട്ടു, രാഹുലിനെ ന്യായീകരിച്ചു. സകല പാർട്ടിക്കാരും രാഹുലിനൊപ്പം നിൽക്കുന്നുണ്ട്. പാലക്കാട്ടെ മുഴുവൻ പാർട്ടിക്കാരും അല്ലെങ്കിൽ ജനങ്ങളും, പല പാർട്ടിയിൽപ്പെടുന്ന ജനങ്ങളും രാഹുലിനൊപ്പം, രാഹുലിന് പിന്തുണയുമായിട്ടുണ്ട്. പിന്നെ എന്തിനാണ് VD സതീശനും കോൺഗ്രസും രാഹുലിനെ ഇപ്പോഴും പുറത്തു നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുശേഷം പയറ്റിയ തന്ത്രങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന നീക്കങ്ങളൊക്കെ അതിവേഗത്തിലുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയിൽ മുഖ്യാതിഥിയായി വരുന്നു. അതുപോലെ തന്നെ നിരവധി ഉദ്ഘാടന പരിപാടികൾ സംഘടിപ്പിക്കുന്നു, സിനിമാ താരങ്ങളെ അണിനിരത്തുന്നു. മറുവശത്ത് എന്താണ്, പ്രശാന്ത് ശിവൻ മസിലും നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല, രാഹുൽ രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരുമെന്നൊക്കെ പറഞ്ഞ് പ്രശാന്ത് ശിവൻ വെറുതെ മസിൽ വേർപ്പിക്കുന്നതല്ലാതെ ആർഷോയെ സല്ലി എന്നൊക്കെ സംഘപരിവാറുകാരെ കൊണ്ട് പറയിപ്പിച്ച് ഒരു ഗുണ്ട ഹീറോ എന്ന നിലയിലേക്കുള്ള ഇമേജുമായി മുന്നോട്ട് പോകുന്നതല്ലാതെ രാഹുലിനെതിരെ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അത് BJPക്ക് വലിയ അടിയാണ്. എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊല്ലി BJPക്കുള്ളിൽ വലിയ കലാപം ഉടലെടുത്തിരിക്കുന്നു. പാലക്കാട് നഗരസഭാ അധ്യക്ഷയായിരുന്ന BJPയുടെ നഗരസഭാ അധ്യക്ഷയായിരുന്ന ഈ പറയുന്ന പ്രമീള ശശിധരൻ പ്രശാന്ത് ശിവനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. BJP പാലക്കാട് നേതൃത്വത്തിനെതിരെ, കൃഷ്ണകുമാറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് തന്നെ പാർട്ടി പരിപാടികളൊന്നും അറിയിച്ചില്ല, സ്ഥാനാർത്ഥി നിർണയ കൺവെൻഷന് തന്നെ വിളിച്ചില്ല, യോഗങ്ങളിലൊന്നും തന്നെ വിളിച്ചില്ല, ഈ പരാതി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് പ്രമീള ശശിധരനും അവരെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും പരസ്യമായി പറയുന്നു. മറുവശത്ത് എന്താ സംഭവിക്കുന്നത്? മറുവശത്ത് C കൃഷ്ണകുമാർ പ്രശാന്ത് ശിവന് വേണ്ടി രംഗത്തിറങ്ങുന്നു. ഈ C കൃഷ്ണകുമാർ ആരാണ്? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ തോറ്റുപോയ നേതാവാണ്. എന്ന് മാത്രമല്ല, പാലക്കാട് BJPയെ തകർക്കുന്ന നേതാവ് എന്ന് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർ നിരന്തരമായി ആരോപിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ഈ പറയുന്ന C കൃഷ്ണകുമാർ. സ്വാഭാവികമായും കൃഷ്ണകുമാറിലേക്കും പ്രശാന്ത് ശിവനിലേക്കും തന്നെ പാലക്കാട് BJPയുടെ നേതൃത്വം തിരിഞ്ഞെത്തുന്നത് സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് ഗുണകരമാകുന്ന സാഹചര്യമാണ്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജനകീയ ഇടപെടൽ, കോൺഗ്രസ്സുകാർക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, അവരുടെ മുന്നോട്ട് പോക്ക്, രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്ന ജനകീയ പിന്തുണ ഒക്കെ പ്രശാന്ത് ശിവനെയും BJPയെയും വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട്. വെറുതെ മസിലും നോക്കി നെടുവീർപ്പിട്ടിരിക്കാമെന്നതിനപ്പുറത്തേക്ക് പാലക്കാട് മണ്ഡലത്തിൽ ഒന്നുമാകാൻ പ്രശാന്ത് ശിവന് കഴിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതേ പ്രശാന്ത് ശിവനും BJPയും വെല്ലുവിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പുല്ലുപോലെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കുന്നു, അവരുമായി സൗഹൃദം പങ്കിടുന്നു, ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ഒരു ജനകീയ MLAയുടെ വിളയാട്ടം തന്നെയാണ് പാലക്കാട് ഉണ്ടാകുന്നത്. ഗ്ലാമർ പരിപാടികൾ സംഘടിപ്പിക്കുന്നു, താരങ്ങളെ കൊണ്ടുവരുന്നു. ഇതൊക്കെ BJPയുടെ കണ്ണിൽ നിന്ന് പുക പോകുന്ന ഏർപ്പാടാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന തന്ത്രശാലിക്ക് മുന്നിൽ തകർന്നടിയുന്ന BJP നേതൃത്വത്തെയാണ് നമ്മൾ കാണുന്നത്. രാഹുലിന് മുന്നിൽ നിൽക്കക്കള്ളിയില്ലാതെ പെടാപ്പാടുപെട്ട് തോൽവി മുന്നിൽ കാണുന്ന BJPയെയാണ് കാണുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രകോപിപ്പിച്ചതിലൂടെ അതിശക്തമായി തിരിച്ചടി നേരിടാൻ പോകുന്ന BJPയെയാണ് പാലക്കാട് കാണാൻ വേണ്ടി സാധിക്കുന്നത്.